ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ തക്കാളിക്കറിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇച്ചിരി കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 മിനിറ്റ് പോലും ഇല്ലാത്തൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ട് 4 തക്കാളിയും ഒരു വലിയ സവോളയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അവയെല്ലാം കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഒരു 1.5 ഗ്ലാസോളം വെള്ളവും ചേർത്തിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ വെക്കണം. ഞാൻ ഇതിൽ മറന്നുപോയ 2 ഐറ്റംസാണ് കേട്ടോ. അത് 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് വിതറുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമ്മൾ 1 സ്പൂൺ ചെറുജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതീയിൽ ഒന്നും കൂടി ഒന്ന് ചൂടാവാൻ വയ്ക്കുക, മൂടി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാനുള്ള ഐറ്റംസ് റെഡിയാക്കാം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തവയിലേക്ക് 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 4-5 അല്ലി ചെറുതുള്ളി അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം 2 അല്ലി നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ടൊന്ന് ചെറുതീയിലൊന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.